സൂറത്ത് ഷൂറയാണ് ഇനി എടുക്കാനുള്ളത്. അപ്പൊ ആ സൂറത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സൂറത്ത് ഷൂറ ഖുർആനിലെ 42-ാമത്തെ സൂറത്താണ് സൂറത്ത് ഷൂറ. ഷൂറ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നൊരു വാക്കാണ്. കൂടി ആലോചന എന്നാണ് ആ സൂറത്തിന്റെ പേര്. ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കൂടിയാലോചന എന്നത്. അതിൽ 38-ാമത്തെ ആയത്തിൽ ഒരു പരാമർശമുണ്ട്, കൂടിയാലോചനയെ കുറിച്ചൊരു പരാമർശമുണ്ട്. അതാണ് ആ സൂറത്തിന് ഷൂറ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം. അതിലെ ഇൻഷാ അല്ലാഹ് ആയത്ത് പഠിക്കുമ്പോൾ 38-ാമത്തെ ആയത്ത് പറയുമ്പോൾ അപ്പൊ എടുക്കാം ആ ഭാഗം. പിന്നെ സൂറത്ത് ആലു ഇമ്രാനിലും അങ്ങനെ പരാമർശം കാണാം. വശാവിറുഹും ഫിൽ അംർ എന്ന് അല്ലാഹു റസൂലിന് കൽപ്പിക്കുന്നുണ്ട്. നബിയെ നിങ്ങൾ അവരുമായി കാര്യങ്ങൾ കൂടി ആലോചിക്കുക എന്ന്. അപ്പോ മുഷാവറ എന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ആ വാക്ക് ഷാവറ എന്നാണ് അതിന്റെ ഫിഅല്. ഷാവറ അതിന് മുദാരിയം വരുന്നത് യുഷാവിറു. പിന്നെ മുഷാവറത്തുൻ, നമ്മൾ സാറിന് മുഷാവറ മുഷാവറ അങ്കാണെന്നൊക്കെ പറയല്ലേ. മുഷാവറ എന്നാണ് കൂടിയാലോചന. അതേപോലെ മറ്റൊരു വാക്കുണ്ട് അതേ അർത്ഥം വരുന്ന ഇസ്തഷാറ എന്ന് പറയും. ഇസ്തഷാറ എന്ന് പറഞ്ഞാലും കൂടി ആലോചിച്ചു എന്നാണ്. യസ്തഷീറു ഇസ്തിഷാറത്തൻ. മുസ്തഷാർ എന്ന് പറയാറുണ്ട്. കൂടിയാലോചന സഭയിലെ അംഗത്തിന് പറയും മുസ്തഷാർ. ശരി, അതിന് വന്നൊരു ഇസ്മാണ് ഷൂറ. ഷൂറ എന്ന് പറഞ്ഞ ഫിഅലല്ല, ഇസ്മാണ്. എന്താ? കൂടി ആലോചന. അതാണ് ഷൂറ എന്ന് പറഞ്ഞാൽ കൂടി ആലോചന. നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിലാണെങ്കിൽ ആ ഗൃഹനാഥൻ വീട്ടിലെ പിന്നെ നേതാവാണ്, അവിടുത്തെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. സ്വാഭാവികമായും വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടിയാലോചനയിലൂടെയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ആ സാദി റഹ്മുല്ല ആ ആയത്ത്, പിന്നെ സൂറത്ത് ആലു ഇമ്രാനിലെ 185-ാമത്തെ ആയത്താണെന്ന് ഓർമ്മ. ആ ആയത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട്, കൂടിയാലോചനയിലൂടെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. ചില കുടുംബനാഥന്മാരുണ്ടല്ലോ, സ്വന്തം ഭാര്യയുമായി പോലും വീട്ടിലെ കാര്യങ്ങൾ കൂടിയാലോചിക്കൂല. അതൊക്കെ ഒരു പിന്നെ നിസ്സാരമായ അല്ലെങ്കിൽ അത്ര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല എന്ന് അവർ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല, കൂടിയാലോചിക്കണം. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന പൂർണ്ണമായി വഹീന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുന്ന പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുന്നത് എന്ത്? വശാവിറുഹും ഫിൽ അംർ. നബിയെ നിങ്ങൾ അവരുമായി കാര്യങ്ങളിൽ കൂടി ആലോചിക്കണമെന്ന്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എത്രയാണ്? നമ്മൾ ഒരാളുമായിട്ടൊരു കാര്യം കൂടി ആലോചിച്ചു എന്നത് കൊണ്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. 159-ാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞത് സൂറത്ത് ആൽ ഇമ്രാനിലെ 159-ാമത്തെ ആയത്തിൽ കാണാം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ലിൻതലഹും, നബിയെ നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഉഹദ് യുദ്ധത്തിൽ ഒരു 50 പേരെ ഒരു കുന്നിന്റെ മുകളിൽ പ്രവാചകൻ നിർത്തിയിരുന്നു. അമ്പെയ്ത്തുകാരായ 50 പേര്, അമ്പെയ്ത്തിൽ വിദഗ്ധന്മാരായ 50 പേര്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രവാചകന്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് അവർ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഒരിക്കലും എന്റെ അനുവാദം കിട്ടാതെ അവിടുന്ന് ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞിരുന്നു. അടുത്ത കൃത്യവിലോപമാണ് അവർ കാണിച്ചത്. മനുഷ്യന്മാരാണല്ലോ. ആ വിഷയവുമായി അവതരിപ്പിച്ചൊരു ആയത്താണത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അള്ളാഹിന്റെ റസൂൽ അവരെ അകറ്റി നിർത്തല്ല. അള്ളാഹു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ലിൻതലഹും, താങ്കൾ അവിടെ സൗമ്യമായി പെരുമാറി. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി, താങ്കൾ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ. അങ്ങനെ ആകാൻ പാടില്ല എന്നൊരു സൂചനയിലുണ്ട്. സ്വഭാവത്തിൽ കാർക്കശ്യം, ഹൃദയത്തിൽ കാഠിന്യം, അത് പാടില്ല. ലം ഫദ്ദു മിൻ ഹൗലിക്, താങ്കളെ വിട്ട് അവർ അകന്നു പോകുമായിരുന്നു. അതുകൊണ്ട് ഫഅഫു അൻഹും, താങ്കൾ അവർക്ക് മാപ്പ് നൽകണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം. വശാവിറുഹും ഫിൽ അംർ, തുടർന്ന് പറയാണ് കാര്യങ്ങളിൽ അവരുമായി കൂടി ആലോചന നടത്തണം. നമ്മൾ ആലോചിച്ച് നോക്കണം. വലിയ പിന്നെ എന്താ പറയാ, കൃത്യവിലോപം കാണിച്ചവരുമായിട്ട് പോലും സ്വീകരിക്കേണ്ട നിലപാടാ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവരുമായി കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തണം. എന്നൊരു പറ ഇതാ അസംത, താങ്കൾ ഒരു തീരുമാനമെടുത്താൽ ഫതവക്കൽ അലല്ലാഹ്, അസമ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം ചെയ്തു എന്നാണ്. അങ്ങനെ ദൃഢനിശ്ചയം ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിൽ തഫ്സീറിൽ സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. കൂടിയാലോചനയിൽ വലിയ ബറക്കത്തുണ്ട്, അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ടാ പറഞ്ഞു ഫൈദ അസംത
ഫതവക്കൽ അലല്ലാഹ്. ഏതായിരുന്നാലും ഈ സൂറത്തിന്റെ പേര് കൂടി ആലോചന എന്നതാണ്. ശരി, ഇത് മക്കിയായ സൂറത്താണ്. നമുക്ക് അറിയാം, മക്കിയായ സൂറത്തിന്റെ പ്രത്യേകത എന്താണ്? വിശ്വാസപരമായ കാര്യങ്ങളാണ് മക്കിയായ സൂറത്തുകൾ കാര്യമായ പ്രതിപാദനം. അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, അതേപോലെ തന്നെ റിസാലത്തിനെ കുറിച്ച്. ഇതാണ് മക്കിയായ സൂറത്തിൽ കാര്യമായ മുഖ്യമായ പ്രതിപാദനം. ശരി, ഇനി അതിലെ തുടക്കം നമുക്കറിയാം ഹുറൂഫുൽ മുഖത്തഅത്ത് കൊണ്ടാണ്. രണ്ടായത്തും ഹുറൂഫുൽ മുഖത്തഅ. എന്താണത്? ഹാമീം. ആ ഒന്നാമത്തെ ആയത്തിൽ ഹാ ദീർഘമായി നീട്ടേണ്ടതില്ല, മീം ദീർഘമായി നീട്ടണം. ഹാമീം ഐൻ സീൻ ഖാഫ്. ആ 3 അക്ഷരങ്ങളും ദീർഘമായി നീട്ടേണ്ടതാണ്. ഈ ഹുറൂഫുൽ മുഖത്തഅത്തില്, ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്താ പദത്തിന്റെ അർത്ഥം? വേറിട്ട അക്ഷരങ്ങൾ. അതാണ് ഹുറൂഫുൽ മുഖത്തഅ, വേറിട്ട അക്ഷരങ്ങൾ. ഇതില് ചില അക്ഷരങ്ങൾ ദീർഘമായി നീട്ടേണ്ടതുണ്ട്. ഇപ്പൊ അലിഫ് ലാം മീം, അലിഫ് നീട്ടേണ്ടതില്ല, പക്ഷെ ലാമും മീമും നീട്ടണം. അതുപോലെ ഇവിടെ ഹാമീം, യാസീൻ അല്ലെ, യാസീൻ ഓതുന്ന ആളുടെ അത് തെറ്റാണ്. എന്താ ഓതേണ്ടത്? യാസീൻ. അവിടെ യാ നീട്ടേണ്ടതില്ല, സീന് ദീർഘമായി നീട്ടണം. എന്താണ് ഈ ഹുറൂഫുൽ മുഖത്തഅ? അത് വരുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാണ്. ഏറ്റവും പ്രാമാണികമായ വിശദീകരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല അറബികളെ, വിശുദ്ധ ഖുർആനിന്റെ അഭിസംബോധിതരായ, നേർക്കുനേരെ ഇതിന്റെ ഒന്നാമത്തെ അഭിസംബോധിതരായ അറബികളെ വെല്ലുവിളിക്കുന്ന ഒരു വാക്കാണത്. അതായത് ഇതാ ഇതുപോലെയുള്ള കേവല അക്ഷരങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ പറയും പ്രകാരം ഇത് പ്രവാചകൻ തിരുമേനിയുടെ അവിടുന്ന് കൊണ്ടുവന്ന, പ്രവാചകൻ തിരുമേനി സ്വന്തമായി കെട്ടിപ്പറയുന്നതാണെങ്കിൽ ഇതാ ഈ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഗ്രന്ഥം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊള്ളുക. ഒരു വെല്ലുവിളിയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ്. അതാണ് കൂടുതൽ മുഫസ്സിരീങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന പറയുന്ന കാര്യം. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ശേഷം, ഈ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷമുള്ള ആയത്തൊക്കെ പരിശോധിച്ചാൽ ഖുർആനിന്റെ സത്യതയാണ് പിന്നെ സ്ഥാപിക്കുന്നത്. സൂറത്തുൽ ബഖറ അല്ലെ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്. കണ്ടോ, ഏത് സൂറത്ത് എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ച സൂറത്ത് ഫുസ്സിലത്തിന്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, എന്താണത്? കണ്ടോ, ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. അപ്പൊ അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ സത്യതയാണ്, ആധികാരികതയാണ് പിന്നെ അള്ളാഹു സ്ഥാപിക്കുന്നത്. പിന്നെ പല വിശദീകരണങ്ങളും പല മുഫസ്സിരീങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നൊന്നും പ്രാമാണികമല്ല. പ്രാമാണികമായ വിശദീകരണം ഇതാണ്, ഹുറൂഫുൽ മുഖത്തഅയാണ്. മാത്രമല്ല അല്ലാഹു അഅലം ബി മുറാദ്, അതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് അള്ളാഹുവിനറിയാം. അതാണ് ശരി. അപ്പൊ അത് ഖിറാഅത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഹാമീം, പിന്നെ ഐൻ സീൻ ഖാഫ്. كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم. രണ്ടാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞു, 1, 2 പറഞ്ഞു. മൂന്നാമത്തെ ആയത്ത് കെദാലിക്ക, അപ്രകാരം. കെദാലിക്ക, അപ്രകാരം. യൂഹി ഇലൈക്ക, താങ്കളിലേക്ക്. യൂഹി, വഹി നൽകപ്പെട്ടിരിക്കുന്നു. അപ്രകാരം എന്ന് പറഞ്ഞാൽ മുമ്പ് പിന്നെ വഹി നൽകപ്പെട്ടത് പോലെ തന്നെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അപ്രകാരം എന്ന് പറഞ്ഞാൽ. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല എന്നാണ് സ്ഥാപിക്കുന്നത്. കെദാലിക്ക, അപ്രകാരം. യൂഹി ഇലൈക്ക, നിനക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ആ വാക്ക് ഔഹ, യൂഹി, ഔഹന്റെ മുദാരിയാണ് യൂഹി. പിന്നെ അതിന്റെ മസ്തർ എന്താണ്? ഈഹാൻ. ഇത് പലപ്പോഴും വന്നതായത് കൊണ്ടാണ് ഞാൻ പദം എഴുതായിരുന്നത്. സൂറത്ത് നഹ്ലിൽ കാണാം, വഔഹാ റബ്ബുക ഇലൻ നഹ്ലി. കണ്ടോ, തേനീച്ചക്ക് നിന്റെ റബ്ബ് ബോധനം നൽകിയിരിക്കുന്നു. അതാണ്
ഔഹ യൂഹി, അതാണ് വഹി, ദിവ്യബോധനം എന്ന് പറയാം. അപ്പൊ അപ്രകാരം കെദാലിക്ക, അപ്രകാരം യൂഹയിലേക്ക, നിനക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വഹി നൽകിയിരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു എന്നല്ല, നൽകിയിരിക്കുന്നു. വ ഇലല്ലദീന മിൻ ഖബലിക, നിനക്ക് മുമ്പുള്ളവർക്കും, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. ആരാ നൽകിയത്? അല്ലാഹു. ഇവിടെ ഫാഇലാണ് അല്ലാഹു, അതുകൊണ്ട് അല്ലാഹ അല്ല, അല്ലാഹു. അൽ അസീസുൽ ഹകീം, അല്ലെ, അഗാധജ്ഞാനിയും അതേപോലെ തന്നെ പ്രതാപശാലിയുമായ അല്ലാഹു. അല്ലാഹുൽ അസീസുൽ ഹകീം, അഗാധജ്ഞാനിയും പ്രതാപശാലിയുമായ അല്ലാഹു നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും അപ്രകാരം വഹി നൽകിയിരിക്കുന്നു. അതാണ് ആ ആയത്ത്. കദാലിക യൂഹി ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക അല്ലാഹുൽ അസീസുൽ ഹകീം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആ ആയത്തിൽ തഫ്സീർ കൊടുത്തെടുത്ത്, ഐ കമാ ഉൻസില ഇലൈക ഹാദൽ ഖുർആൻ കദാലിക അൻസലൽ കുതുബ വസ്സുഹഫ അലൽ അംബിയാഇ ഖബ്ലക, നബിയെ നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലെ പൂർവ്വ പ്രവാചകന്മാർക്കും അവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അലൽ അംബിയാഇ ഖബ്ലക, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി അല്ലെങ്കിൽ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. വഖൗലുഹു തആല അല്ലാഹുൽ അസീസു ഐ ഫി ഇന്തിഖാമിഹി, എന്താ അല്ലാഹു അസീസ് ആണെന്ന് പറഞ്ഞാൽ? അസീസ് എന്ന് പറഞ്ഞാൽ അവൻ പ്രതാപശാലിയാകുന്നു. എന്താണ് പ്രതാപശാലിയാണ് എന്ന് പറയാൻ കാരണം? അത് അല്ലാഹു ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിൽ ഒട്ടും മിതത്വം കാണിക്കുകയില്ല, അല്ലെങ്കിൽ ഇളവ് കൊടുക്കുകയില്ല. ശിക്ഷ അർഹിക്കുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ തന്നെ അള്ളാഹു നൽകും എന്നതാണ്. ഇന്തിഖാമിൽ അള്ളാഹു അസീസ് ആണെന്ന് പറഞ്ഞാൽ ബി ഇന്തിഖാമിഹി എന്നാണ് അതിന് കൊടുത്ത വിശദീകരണം. അപ്പോ സൂറത്ത് മാഇദയിൽ ഒരു ആയത്ത് തഫ്സീർ കാണാം. സൂറത്ത് മാഇദ 38, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ അസീസ് എന്ന പദം വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. 38-ാമത്തെ ആയത്ത് സൂറത്ത് മാഇദ, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിച്ചവരുടെയും കൈകൾ നിങ്ങൾ ഛേദിച്ചു കളയണം. ജസാഅൻ ബിമാ കസബാ, അവർ രണ്ടുപേരും പ്രവർത്തിച്ചത് കാരണമായി അതിന് പ്രതിഫലമായിക്കൊണ്ട്, ആണാകട്ടെ പെണ്ണാകട്ടെ മോഷണം നടത്തിയാൽ കൈ മുറിച്ചു കളയണം. നകാലം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷാ നടപടിയായിട്ട്. നക്കാൽ നമ്മൾ സൂറത്ത് നാസിയാത്ത് പഠിച്ചിട്ടുണ്ട്, നക്കാലൽ ആഖിറത്തി വൽ ഊല. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വല്ലാഹു അസീസുൻ ഹകീം. ഒരു സ്വഹാബി ഈ ആയത്ത് ഓതിയുമ്പോ തെറ്റായിട്ട് ഓതി, വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് ഓതി. ഇതൊരു അഅറാബി കേട്ടു. ഇമാം മുഹമ്മദ് ബിൻ സ്വാലിഹ് ഹുസൈമി റഹ്മത്തുള്ളാഹി അവിടുത്തെ തഫ്സീർ എടുത്തു കൊടുക്കുന്ന സംഭവം. ഒരു അഅറാബി, ഒരു ഗ്രാമീണനായ മനുഷ്യത് കേട്ടു. അപ്പൊ അഅറാബി ആയത്തൊന്നും പരിചയമില്ലാത്ത ആളാ, അദ്ദേഹം ഈ ആയത്ത് പഠിച്ച ആളൊന്നുമല്ല. പക്ഷെ അദ്ദേഹം വിട്ടില്ല, അല്ല എന്ന് പറഞ്ഞു. ഈ ആയത്ത് സ്വഹാബി ഓതിയപ്പോ വല്ലാഹു ഗഫൂർ റഹീം എന്നാണ് ഓതിയത്. അഅറാബി പറഞ്ഞു അല്ല, അങ്ങനെയല്ല. അങ്ങനെ മടക്കി ഓതി. അവസാനം സ്വഹാബി ഓതി വല്ലാഹു അസീസുൻ ഹകീം. അപ്പോഴാണ് അഅറാബി വിട്ടത്. എന്താ കാരണം? അള്ളാഹുവിന്റെ ശിക്ഷാ നടപടിയെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് ഒരിക്കലും ഗഫൂറും റഹീമാണെന്ന് പറയാറില്ല. അള്ളാഹ് ശിക്ഷിക്കുന്നിടത്ത് അവൻ അർഹിക്കുന്ന ശിക്ഷ കഠിനമായി കൊടുക്കുന്നവനാകുന്നു. അപ്പൊ അതേ യോജിക്കൂ എന്നാണ് അഅറാബി അവിടെ സ്ഥാപിച്ചത് എന്നാണ്. ഏതായിരുന്നാലും അതാണ് ഇവിടെ ഇബ്നു കസീർ എടുത്തു പറഞ്ഞത്. അസീസ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഐ ഫി ഇന്തിഖാമിഹി. നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം കൂടിയാണ്, അല്ലെ? പലപ്പോഴും പാപകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ചില മനുഷ്യന്മാർക്ക് തെറ്റായ ധാരണ, അല്ലാഹ് ഗഫൂർ റഹീം ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ആൾ, അത് തെറ്റാണ് നിലപാട്. ശിക്ഷ അർഹിക്കുന്ന ആൾക്ക് കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹ് ഒരിക്കലും അങ്ങനെ നിസ്സാരമായി വിടുകയില്ല. അതിന് അർഹിക്കുന്ന ശിക്ഷ അവൻ നൽകും. അപ്പോഴാണ് ആ ചിന്തയാണ് പാപങ്ങൾ നമ്മൾ പിന്തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കുക. നേരെ മറിച്ച് അള്ളാഹു ഗഫൂർ അല്ലേ, അള്ളാഹു റഹ്മാൻ അല്ലേ, റഹീം അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പാപകൃത്യങ്ങൾ ഏർപ്പെടാൻ
പാടില്ല എന്നത് കൂടി ആ ആയത്ത് വിശദീകരിക്കുന്നത് പറയുന്നുണ്ട്. ശരി, ഹക്കീം എന്ന് പറഞ്ഞാൽ ഫി അഖ്വാലിഹി വ അഫ്ആലിഹി, അള്ളാഹു തന്റെ വാക്കിലും പ്രവർത്തനത്തിലൊക്കെ യുക്തിമാനാകുന്നു ഒരർത്ഥം. മറ്റൊന്ന് അഗാധജ്ഞാനിയാകുന്നു. കണ്ടോ, ഏതൊരു കാര്യത്തിലും അള്ളാഹു ഒരു വാക്ക് പറയുമ്പോ അള്ളാഹു ആരാണ്? ആ വിഷയത്തിൽ അഗാധജ്ഞാനമുള്ളവനാകുന്നു. അല്ലെ, അല്പബുദ്ധികളായ ചില മനുഷ്യന്മാര് അള്ളാഹിന്റെ നിയമങ്ങളിൽ ചില എന്താ പറയാ തെറ്റുകൾ പറയാറുണ്ട്. അത് ശരിയല്ല, ഈ കാലത്തോട് യോജിച്ചതല്ല, മനുഷ്യ പ്രകൃതിക്ക് യോജിച്ചതല്ല എന്ന്. യഥാർത്ഥത്തിൽ അതോട്ട് അല്പബുദ്ധി കൊണ്ട് അവർക്ക് മനസ്സിലാകാത്തത് മാത്രമാണ്. അള്ളാഹു ആ വിഷയത്തിലൊക്കെ തന്നെ ഹക്കീമാണ്. അള്ളാഹു ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെന്നല്ല ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും അനുയോജ്യമായതുമായിരിക്കും. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഫി അഖ്വാലിഹി വ അഫ്ആലിഹി, അള്ളാഹു അവന്റെ വാക്കിലും പ്രവർത്തനത്തിലും അഗാധജ്ഞാനിയാകുന്നു. ചിലപ്പോൾ നമ്മൾ തന്നെ പറയില്ലേ, വല്ലാത്തൊരു വിധി എന്ന് പറഞ്ഞു പോകും. യഥാർത്ഥത്തിൽ ആ വിധിയിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ രഹസ്യം, അതിലടങ്ങിയിരിക്കുന്ന ഗുണം, ഖൈറ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സൂറത്ത് ബഖറയെ കാണാം, അല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവാണ് അറിയുന്നത്, നിങ്ങൾക്ക് അറിയില്ല. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ നല്ലതാണ് വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷമായിരിക്കാം, നിങ്ങൾ ദോഷമാണെന്ന് കരുതുന്ന കാര്യം നിങ്ങൾക്ക് ഖൈറായിരിക്കാം എന്ന് പറഞ്ഞു. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നവരല്ല. അപ്പോ അതാണ് അള്ളാഹു അവന്റെ വാക്കിലും പ്രവർത്തനത്തിലും ഹക്കീമാണെന്ന് പറയുമ്പോൾ വലിയ ആശയമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. നമ്മളും മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലെ? അള്ളാഹുവിന്റെ വാക്കിലും പ്രവർത്തനത്തിലും അവൻ ഹക്കീമാകുന്നു, അവൻ യുക്തിമാനാകുന്നു, അഗാധജ്ഞാനിയാകുന്നു എന്ന കാര്യം. ശരി, അതാണ് ആ ആയത്ത്. ഒന്നും വായിക്കാം. كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم. من قبلك الله العزيز الحكيم. كذلك അപ്രകാരം യൂഹി ഇലൈക, താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്നു. അത് മുദാരി മഅറൂഫാണ്, മജ്ഹൂൽ അല്ല. യൂഹ എന്ന് ചില ആയത്തിൽ കാണാം, ഇതിലല്ല. അവിടെ എന്താ അർത്ഥം വരാ? വഹി നൽകപ്പെട്ടു എന്നാണ്. യൂഹ, ഇതല്ല, യൂഹി നൽകിയിരിക്കുന്നു. അതാണ് മഅറൂഫും മജ്ഹൂലും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അപ്രകാരം താങ്കളിലേക്ക് വഹി നൽകിയിരിക്കുന്നു. ഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ അറിയോ? ഇപ്പൊ പ്രവാചകൻ തിരുമേനിയെ കുറിച്ച് നമ്മുടെ സഹോദരന്മാര് അല്ലെ പറയുന്ന ഒരു വാക്കുണ്ടാ, ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, നബിയെ നിങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ പടക്കുമായിരുന്നില്ല. അല്ലാഹു റസൂലിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകനെ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിനോളം പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഒരുപാട് മഹത്വമുണ്ട്, സ്ഥാനമുണ്ട്. അമ്പിയാക്കന്മാരുടെ നേതാവാണ്. അന സയ്യിദു വുലുദ് ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാകുന്നതൊക്കെ അവിടുന്ന് പറഞ്ഞു. പക്ഷേ പ്രവാചക പദവിയേക്കാൾ ഉയർത്താൻ ഒരാൾക്കും അവകാശമല്ല. എന്തെല്ലാമാണ് ഈ മുസ്ലിയാക്കന്മാർ പറയാറുള്ളത്? അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അങ്ങേയറ്റം പാടില്ലാത്ത രൂപത്തിൽ വാഴ്ത്താറുണ്ട്, അല്ലെ? അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞു, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെ അമിതമായി പുകഴ്ത്തിയതുപോലെ എന്നെ അമിതമായി പുകഴ്ത്തരുത്. എത്ര വ്യക്തമായി എന്ന് പറഞ്ഞ, വഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് അള്ളാഹിന്റെ അടിമയും ദൂതനുമാകുന്നു എന്നാണ്. ഞാൻ അടിമയാണ്, ഒരിക്കലും ഞാൻ അള്ളാഹുവല്ല, അള്ളാഹുവിന്റെ കഴിവെനിക്കില്ല, അറിവില്ല എന്നൊക്കെ അവിടുന്ന് പറയാം. പക്ഷെ എന്നിട്ടും ആ റസൂലിനെ അമിതമായി പുകഴ്ത്തുന്ന ആൾക്കാരെ നമ്മൾ എന്നാലേ ശരിയാവുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അവിടുന്ന് ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോ എന്താ പറയാ, ഇവർ സാധാരണ മനുഷ്യനാക്കി എന്ന് പറഞ്ഞ് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, അല്ലെ? സുജാക്കന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ ഇവർ സാധാരണ മനുഷ്യനാക്കി എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനും ദാസനുമാണ് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുക. ആ ഒരു കാര്യം തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൂറത്ത് അഹ്ഖാഫിൽ ആയത്തുണ്ട്, ഇതിന്റെ ഒരു വിശദീകരണം കൂടിയാണിത്. സൂറത്ത് അഹ്ഖാഫിലെ ഒരു വചനത്തിൽ കാണാം, ഖുൽ, നബിയെ പറയുക, മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, കണ്ടോ, ഞാൻ പ്രവാചകന്മാരിൽ ഒരു പുതിയ ആളൊന്നുമല്ല.
ഉണ്ടോ? അള്ളാഹു സൂറത്ത് പിന്നെ അഹ്ഖാഫിലെ 9-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. സമയം കഴിയാനായി. എന്താ പറയുന്നത്? ഖുൽ നബിയെ പറയുക, മാ കുന്തു, ഞാനല്ല, ബിദ്അൻ മിനർ റുസുൽ, ബിദ്അത്ത് എന്താ? പുതിയത്. അതാണ്, ഞാൻ പ്രവാചകന്മാരിൽ പുതിയ ആളൊന്നുമല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പിന്നെ തുടർച്ചക്കാരനാണ് ഞാൻ. പൂർവ്വ പ്രവാചകന്മാരുടെ തുടർച്ചക്കാരനാകുന്നു ഞാൻ. മാത്രമല്ല വമാ അദ്രി, കണ്ടോ, എനിക്ക് തന്നെ അറിയില്ല, മാ യുഫ്അലു ബി വലാ ബിക്കും, എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും എന്താണ് ചെയ്യുക എന്നറിയില്ല. അത് ആലോചിച്ച് നോക്കണം. ഒരു സി എം മടവൂർ എന്ന മനുഷ്യനെ പറ്റി എന്തൊക്കെയാണ് മനുഷ്യന്മാർ പറയുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞിട്ടിപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ പ്രവാചകന്മാരിൽ പുതിയ ആളൊന്നുമല്ല. വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബിക്കും, കണ്ടോ, എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും അള്ളാഹു എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല. ഇൻ അത്തബിഉ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹയ്യായി നൽകപ്പെടുന്നത്. വമാ അന, ഞാനല്ല, ഇല്ലാ നദീറും മുബീൻ, ഞാൻ വ്യക്തമായ താക്കീതുകാരനല്ലാതെ മറ്റാരുമല്ല. എത്ര വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നത്. അപ്പൊ പ്രവാചകനെ പോലും അമിതമായി പുകഴ്ത്താൻ പാടില്ല എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അപ്പൊ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നൽകപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ പൂർവ്വ പ്രവാചകന്മാരുടെ ഒരു തുടർച്ചക്കാരൻ മാത്രമാകുന്നു എന്നാണ് അതിലൂടെ അറിയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്നാൽ മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ അവിടത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്താൻ, ദിവ്യത്വം കൽപ്പിക്കാൻ, അമിതമായി പുകഴ്ത്താൻ ഖുർആൻ അനുവദിക്കുന്നില്ല, അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കുന്നില്ല. പക്ഷേ ഇത്തരം ആൾക്കാര് അള്ളാഹിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം മഹാന്മാരെ കുറിച്ചാണ് പറയാറുള്ളത്. നമ്മുടെ സമയം അവസാനിച്ചു. അതിന് തഫ്സീർ വായിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കലാം കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിനേക്കാൾ ഉപരി അത് ഉൾക്കൊണ്ടുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടും ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ